കഴിഞ്ഞ തവണ ക്യൂബൻ സംഘത്തെ കാണാൻ ഡൽഹിയിലെത്തിയ ആരോഗ്യമന്ത്രി JP നദ്ദയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയിരുന്നെങ്കിലും പാർലമെന്റ് നടക്കുന്ന സമയമായതിനാൽ ലഭിച്ചില്ല. തുടർന്ന് 2 നിവേദനങ്ങൾ ആരോഗ്യമന്ത്രി കേന്ദ്രമന്ത്രിയുടെ ഓഫീസിലേക്ക് നൽകിയിരുന്നു. ആശാമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണമെന്നാണ് ഈ നിവേദനത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ തടഞ്ഞുവെച്ച 637 കോടി രൂപ എത്രയും വേഗം നൽകണം, എയിംസ് അനുവദിക്കണം, കാസർഗോഡും വയനാടും മെഡിക്കൽ കോളേജിന് സഹായം നൽകണം തുടങ്ങിയ ആവശ്യങ്ങളാണ് നിവേദനത്തിൽ ആവശ്യപ്പെട്ടത്. ഈ കാര്യങ്ങൾ ഇന്നത്തെ ചർച്ചയിലും മുന്നോട്ട് വെക്കുമെന്നാണ് കരുതുന്നത്. വിവാദങ്ങൾക്കിടെ എമ്പുരാന്റെ റീ എഡിറ്റഡ് പതിപ്പ് ഇന്ന് തിയേറ്ററുകളിലെത്തും. സാങ്കേതിക ജോലികൾ പൂർത്തിയാക്കിയാൽ ഉച്ചയ്ക്ക് ശേഷം പ്രദർശനം നടത്തും. ഗുജറാത്ത് കലാപം സംബന്ധിച്ച ദൃശ്യങ്ങളും വില്ലൻ കഥാപാത്രത്തിന്റെ പേരും ഉൾപ്പെടെ 17 ഭാഗങ്ങൾ റീ എഡിറ്റ് ചെയ്തു. അതേസമയം സിനിമയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾ തുടരുകയാണ്. സൂര്യഗായത്രിയുണ്ട് വിവരങ്ങളുമായി. സൂര്യ, പാർലമെന്റിൽ അടക്കം ഈ എമ്പുരാന്റെ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിക്കുന്നൊരു സ്ഥിതിയിലേക്ക് രാഷ്ട്രീയ കേരളം അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതും കൂടിയുണ്ട്. വിവാദങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടല്ല തങ്ങൾ ഇത്തരത്തിലൊരു സിനിമ ഇറക്കിയത് എന്നുള്ളത് തന്നെയാണ് എമ്പുരാൻ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച അണിയറ പ്രവർത്തകർ ഇപ്പോഴും പറയുന്നത്. അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ വിമർശനങ്ങൾ ഉയർന്നുണ്ടെങ്കിൽ അതുകൂടി മാറ്റി വെച്ച് സിനിമ ആസ്വദിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് റീ എഡിറ്റഡ് പതിപ്പ് ഇറക്കുന്നതോടുകൂടി എന്നുള്ള കാര്യം കൂടി അണിയറ പ്രവർത്തകർ വ്യക്തമാക്കി പറയുന്നു. അതേസമയം ആ സമയമാണ് പാർലമെന്റിലടക്കം എമ്പുരാൻ വിഷയം ചർച്ചയാകപ്പെടുന്നത് എന്നുള്ളതും ഏറെ പ്രസക്തമായ കാര്യമാണ്. എന്തായാലും എഡിറ്റഡ് പതിപ്പ് അത് ഉച്ചയ്ക്ക് ശേഷം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. സാങ്കേതിക കാരണങ്ങളാലാണ് ഈ പുതിയ റീ എഡിറ്റഡ് പതിപ്പ് തിയേറ്ററുകളിലേക്ക് പ്രദർശനത്തിനായിട്ട് എത്തുന്നതിന് വേണ്ടി ഒരു കാലതാമസം എടുക്കുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടി പ്രദർശനത്തിന് എത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ റീ എഡിറ്റഡ് പോർഷൻസ് ഒക്കെ തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് പിന്നീട് തിയേറ്ററിന് കൈമാറണം. അതിനുശേഷം മാത്രമേ തിയേറ്ററുകൾക്ക് അത് പ്രദർശിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും 17 കട്ടാണ്, 17 ഭാഗങ്ങളാണ് ഈ സിനിമയിൽ വെട്ടിമാറ്റപ്പെടുന്നത് എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഗുജറാത്ത് കലാപത്തെ പരാമർശിക്കുന്ന ഭാഗങ്ങളൊക്കെ തന്നെ സിനിമയിൽ നിന്ന് വെട്ടിമാറ്റിയിട്ടുണ്ട്. വില്ലൻ കഥാപാത്രത്തിന്റെ പേരടക്കം മാറ്റിയിട്ടുണ്ട്. ബജ്രംഗി എന്നായിരുന്നു പ്രധാന പ്രതിനായകന്റെ പേര്, അത് മാറ്റി ബൽരാജ് എന്നാണ് ആക്കിയിരിക്കുന്നത്. അത്തരത്തിൽ വില്ലൻ കഥാപാത്രത്തിന്റെ പേര് പരാമർശിക്കപ്പെടുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ ബജ്രംഗി എന്ന പേര് മാറ്റിയിട്ട് ബൽരാജ് എന്ന് ആക്കേണ്ടതായിട്ടുണ്ട്. 18 ഭാഗങ്ങൾ അത്തരത്തിൽ പേര് മാറ്റി ഡബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വില്ലൻ കഥാപാത്രം ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ അടക്കം ഫോൺ ചെയ്യുന്ന രംഗങ്ങൾ ഉൾപ്പെടെ മാറ്റപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്ന ഭാഗങ്ങൾ മാറ്റിയിട്ടുണ്ട്. NIയുടെ ലോഗോ വരുന്ന ഭാഗം മാറ്റിയിട്ടുണ്ട്. അത്തരത്തിൽ 18 ഭാഗങ്ങളാണ് 17 ഭാഗങ്ങളാണ് ഈ സിനിമയിൽ നിന്ന് വെട്ടി മാറ്റപ്പെടുന്നത്. ഈ പുതിയ റീ എഡിറ്റഡ് ഭാഗം പ്രദർശനത്തിനായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സമയത്ത് ഇപ്പോൾ നിലവിലുള്ള വിമർശനങ്ങൾക്കൊക്കെ പകുതി ഒരു ആശ്വാസം ഉണ്ടാകും എന്നുള്ളതാണ് അണിയറ പ്രവർത്തകർ പങ്കുവയ്ക്കുന്ന ആശ്വാസകരമായ ഒരു കാര്യം. പക്ഷേ മറുവശത്ത് വിമർശനമായിട്ട് തുടരുന്നത് ഇത്തരത്തിലൊരു സിനിമയിൽ ഈ ഭാഗങ്ങളൊക്കെ തന്നെ വെട്ടിമാറ്റപ്പെടേണ്ടതായിട്ടുണ്ടോ, അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേൽ ഏൽക്കുന്ന വിള്ളലല്ലേ എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് മറുപക്ഷത്ത് ഉയരുന്നത്. എന്തായാലും സിനിമ സാങ്കേതിക കാരണങ്ങളാൽ ആണ് ഇത്രയും വൈകുന്നത്. അതൊക്കെ തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം റീ എഡിറ്റഡ് എമ്പുരാൻ സിനിമ തിയേറ്ററുകളിലേക്ക് പ്രദർശനത്തിനായിട്ട് എത്തുമെന്നുള്ളതാണ് അറിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, റീ എഡിറ്റഡ് സിനിമ എത്തുന്നതിന് മുൻപ് തന്നെ പഴയ എമ്പുരാൻ സിനിമ കാണുന്നതിന് വേണ്ടിയുള്ള തിരക്ക് തിയേറ്ററുകളിലൊക്കെ തന്നെ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ 200 കോടി ക്ലബിൽ ഇതിനോടകം തന്നെ എമ്പുരാൻ നേട്ടം നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിലുള്ള നേട്ടങ്ങളൊക്കെ തന്നെ ഒരു വശത്ത് എമ്പുരാനെ തേടി എത്തുമ്പോഴും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ മറുവശത്ത് എമ്പുരാൻ സിനിമയ്ക്കെതിരെ ഉയരുന്നുണ്ട്. പക്ഷേ അണിയറ പ്രവർത്തകർ പങ്കുവയ്ക്കുന്ന ഒരു ആശ്വാസം, ഈ റീ എഡിറ്റഡ് പോർഷൻ തിയേറ്ററുകൾ എത്തുന്ന സമയത്ത് നിലവിലുള്ള വലിയ വിമർശനങ്ങൾക്ക് പകുതി ഒരു ആശ്വാസമാകും എന്നുള്ളത് തന്നെയാണ് അവർ പങ്കുവയ്ക്കുന്നത് എന്നുള്ളതാണ്. ശരി, സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്. എമ്പുരാൻ സിനിമയ്ക്കെതിരായ ആക്രമണത്തിന് കാരണം സിനിമ കണ്ടപ്പോൾ തനിക്ക് മനസ്സിലായെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. സംഘപരിവാറിന്റെ പ്രവർത്തനങ്ങൾ തിരിച്ചറിഞ്ഞുള്ള സിനിമയാണ് എമ്പുരാൻ. RSS മുഖപത്രം ഓർഗനൈസർ നേരിട്ട് 3 എഡിറ്റോറിയലുകളാണ് എമ്പുരാനെതിരെ ഇറക്കിയത്. കേരള സ്റ്റോറിക്കും എമർജൻസിക്കും കാശ്മീർ ഫയൽസിനും ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്ററിനും അനുമതി കൊടുത്ത സെൻസർ ബോർഡ് തന്നെയാണ് എമ്പുരാനും അനുമതി നൽകിയതെന്നും KC വേണുഗോപാൽ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഓർഗനൈസർ നേരിട്ട് 3 എഡിറ്റോറിയൽ, ഓർഗനൈസർ ആരുടെ മുഖപത്രമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അവർ തന്നെ
നേരിട്ട് രംഗത്തിറങ്ങി ഈ സിനിമയ്ക്കെതിരായിട്ടുള്ള ആക്രമണം നടത്തുന്നതിന് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. സിനിമയായിട്ട് ഇതിനു മുമ്പ് എമർജൻസി ഇറങ്ങിയിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയൊക്കെ വളരെ മോശമായി ചിത്രീകരിച്ച് ആക്സിഡന്റിൽ പ്രൈം മിനിസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്. അതിലും സോണിയാഗാന്ധിയെയും മൻമോഹൻ സിംഗിനെയും വളരെ മോശമായി ചിത്രീകരിച്ചുള്ള സിനിമകൾ. കേരളത്തിൽ തന്നെ എത്രയോ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാരെ വളരെ മോശമായിട്ട്, പാർട്ടികളെ മോശമാക്കി ചിത്രീകരിച്ചുള്ള സിനിമ. ഈ സിനിമയ്ക്കെതിരായിട്ട് മാത്രം എന്താണ് ഈ സംഘടിത ആക്രമണം എന്ന് ചിന്തിക്കുന്നതിന് ഉത്തരം എനിക്ക് സിനിമ കണ്ടിറങ്ങിയപ്പോൾ കിട്ടി. തങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ പ്രവർത്തനങ്ങൾ തിരിച്ചറിഞ്ഞുള്ളൊരു സിനിമയായി മാറിയോ എന്നത് സാങ്കല്പികമാണെന്ന് അവർ പറഞ്ഞാലും ഇത് യാഥാർത്ഥ്യമാണെന്ന് അവർ സ്വയം തിരിച്ചറിഞ്ഞ് അവരുടെ കുറ്റം തിരിച്ചറിഞ്ഞതിനുള്ള അമർഷം. എമ്പുരാനെതിരെ